ജാമ്യം കിട്ടാൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വളഞ്ഞ വഴി തേടുന്നുവെന്നാണ് ഇഡി കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. പ്രമേഹം ഉയർത്തി മെഡിക്കൽ ജാമ്യത്തിനാണ് കെജ്രിവാൾ ശ്രമിക്കുന്നതെന്നും ഇതിനായി ജയിലിൽ വെച്ച് മാങ്ങ, ആലൂപൂരി, മധുര പലഹാരങ്ങൾ എന്നിവ കഴിക്കുകയാണെന്നും ഇഡി കോടതിയിൽ പറയുന്നു. പ്രമേഹ ബാധിതനായ തനിക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കാൻ ആഴ്ചയിൽ 3 തവണ വീഡിയോ കോൺഫറൻസ് വഴി ഡോക്ടറുടെ സേവനം ആവശ്യമാണെന്ന് കാണിച്ച് കെജ്രിവാൾ നൽകിയ ഹർജിയിലാണ് ഇഡിയുടെ ഈ വാദങ്ങൾ. വീട്ടിലെ ഭക്ഷണം കഴിക്കാനുള്ള അനുമതി കെജ്രിവാളിനുണ്ട്. അതുകൊണ്ട് പഞ്ചസാരയുടെ അംശം കൂടുതലുള്ള ഭക്ഷണമാണ് വീട്ടിൽ നിന്നും വരുത്തിച്ച് കഴിക്കുന്നതെന്നാണ് വാദത്തിനിടെ ഇഡി കോടതിയിൽ പറഞ്ഞത്. ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് രോഗിയായ അദ്ദേഹത്തിന് ഇത്തരം ഭക്ഷണങ്ങൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടുമെന്നറിയാം. എന്നിട്ടും അദ്ദേഹം ഇതൊക്കെ മനഃപൂർവ്വം കഴിക്കുകയാണെന്നാണ് ഇഡി കോടതിയിൽ വാദിച്ചത്. ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യം തേടാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. കെജ്രിവാളിനെ പരിശോധിക്കാനായി 24 മണിക്കൂറും ഡോക്ടർമാരെ ജയിലിൽ നിയോഗിച്ചിട്ടുണ്ട്. കെജ്രിവാളിന്റെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ദിവസത്തിൽ 2 തവണ പരിശോധിക്കുന്നുണ്ട്. ഏപ്രിൽ 1 ജയിലിൽ പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രമേഹത്തിന്റെ അളവ് 139 ആയിരുന്നു. ഏപ്രിൽ 14 അത് 278 ആണെന്നും ഇഡി കോടതിയിൽ പറഞ്ഞു. എന്നാൽ മാധ്യമങ്ങളിൽ വാർത്തയാകാൻ വേണ്ടി ഇഡി അനാവശ്യവാദങ്ങൾ ഉന്നയിക്കുകയാണെന്നായിരുന്നു കെജ്രിവാളിന്റെ അഭിഭാഷകൻ പറഞ്ഞത്. പ്രമേഹം ഉള്ളൊരാൾക്ക് ഇത്തരം ഭക്ഷണങ്ങൾ ആരെങ്കിലും നൽകുമോ എന്നും അദ്ദേഹം എടുത്തു ചോദിച്ചു. അതേസമയം കെജ്രിവാൾ കഴിക്കുന്ന ഡയറ്റ് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ തീഹാർ ജയിൽ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെള്ളിയാഴ്ചയും ഇത് സംബന്ധിച്ച് കോടതിയിൽ വാദം തുടരും. അതേസമയം അരവിന്ദ് കെജ്രിവാളിനെ വധിക്കാൻ ഗൂഢാലോചന നടക്കുന്നതായി ആം ആദ്മി പാർട്ടി നേതാവ് അതിഷി ആരോപിച്ചു. കെജ്രിവാൾ പ്രമേഹ രോഗിയാണ്. എത്ര ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹത്തിന് ഇൻസുലിൻ നൽകിയില്ലെന്നാണ് അതിഷി പറഞ്ഞത്. 3 തെരഞ്ഞെടുപ്പുകളിലായി അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്താൻ ബിജെപിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുകയാണവർ. അതിനാണ് ജയിലിൽ തന്നെ അദ്ദേഹത്തെ ഇട്ടിരിക്കുന്നതെന്നും അതിഷി ആരോപിച്ചു. കടുത്ത പ്രമേഹ രോഗിയാണ് കെജ്രിവാൾ എന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 30 വർഷമായി ഈ രോഗം അദ്ദേഹത്തിനുണ്ട്. ഷുഗറിന്റെ അളവ് നിയന്ത്രിച്ചു നിർത്താൻ നിത്യേന 54 യൂണിറ്റ് ഇൻസുലിൻ അദ്ദേഹത്തിന് ആവശ്യമാണ്. ഏത് ഡോക്ടറോടും ചോദിച്ചു നോക്കൂ. കടുത്ത പ്രമേഹമുള്ളവർക്ക് മാത്രമേ അത്രയും ഇൻസുലിൻ ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പാകം ചെയ്ത ഭക്ഷണം കഴിക്കാൻ കോടതി കെജ്രിവാളിന് അനുമതി നൽകിയത്. അതുപോലെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഭക്ഷണം കഴിക്കാനും അദ്ദേഹത്തിന് അനുമതി നൽകിയിട്ടുണ്ടെന്നാണ് അതിഷി ചൂണ്ടിക്കാട്ടിയത്. അതേസമയം ഇഡി പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും നുണയാണെന്നും അതിഷി വാദിച്ചു. ചായ കഴിക്കാനും സ്വീറ്റ്നർ അടങ്ങിയ മധുര പലഹാരങ്ങൾ കഴിക്കാനും കെജ്രിവാളിന് അനുമതിയുണ്ട്. ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരമാണിത്. ഇത് പ്രമേഹ രോഗികൾക്ക് നൽകുന്ന കലോറികൾ കുറഞ്ഞ സ്വീറ്റ്നർ ആണെന്നും അതിഷി തുറന്നടിച്ചു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കാൻ കെജ്രിവാൾ വാഴപ്പഴം കഴിക്കുകയാണെന്ന ഇഡിയുടെ വാദത്തെയും അതിഷി വിമർശിച്ചു. ഏത് പ്രമേഹ ഡോക്ടറോടും ചോദിച്ചു നോക്കൂ. വാഴപ്പഴവും നിയന്ത്രിത അളവിലുള്ള മിഠായിയും കഴിക്കാമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ആം ആദ്മി നേതാവ് ചൂണ്ടിക്കാട്ടി. വിവാദമായ മദ്യനയ കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മാർച്ച് 21 ഇഡി അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ വസതിയിലെത്തി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിനു പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഡൽഹിയിലെ ആപ്പിന്റെ തോൽവി മാത്രം ലക്ഷ്യമിട്ടാണ് ബിജെപി ഇത്തരം നെറികേടുകൾ കാണിക്കുന്നതെന്നാണ് ആപ്പ് പറയുന്നത്. അവർ ആപ്പിനെ ഭയക്കുന്നുവെന്നും ആം ആദ്മി നേതാക്കൾ തുറന്നടിച്ചിരുന്നു.